ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പല്ലവി അങ്ങനെ നല്ല മട്ടൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ട് കൂട്ടുകാരിയെ വിളിക്കുക. അപ്പോൾ സ്മൃതിയെ വിളിച്ചിട്ട് നീ പെട്ടെന്നിങ്ങ് പോരെ, അമ്മയ്ക്ക് സുഖം ആയിന്നുണ്ടെങ്കിൽ പോരെ, നല്ല ചൂട് മട്ടൻ ബിരിയാണി കഴിക്കാമെന്നും പറഞ്ഞുകൊണ്ടാണ് കൂട്ടുകാരിയെ വിളിക്കുന്നത്. അപ്പോൾ ശരി, ആയിക്കോട്ടെ എടി, അത് കുഴപ്പമില്ല, ഓക്കെ എന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ തന്നെ നമ്മുടെ മിത്രേട്ടൻ ചോദിച്ചു എന്താ കാര്യമെന്ന്. അന്നേരം ഉള്ള കാര്യം പറഞ്ഞു. സ്മൃതി വരില്ല, അവളുടെ അമ്മയ്ക്ക് സുഖമില്ല, അപ്പോൾ അവൾക്ക് വരാനായിട്ട് പറ്റില്ല എന്നുള്ള കാര്യം. അങ്ങനെ അവർ ചിരിയും കളിയൊക്കെ ആയിട്ട് അവിടെ നിന്ന് നല്ല മട്ടൻ ബിരിയാണി ഉണ്ടാക്കുന്നു. ആ സമയത്ത് നമ്മുടെ ഹരി അങ്ങോട്ടേക്ക് വന്നു. ചേച്ചിക്ക് വല്ല സംശയം തോന്നിയിട്ടുണ്ടോ എന്ന് മിത്രേട്ടനോട് ചോദിച്ചപ്പോൾ ഓരോ സംശയമില്ലടാ, ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ടിരിക്കുക, എല്ലാം ഞാൻ ഏറ്റു, നിങ്ങളുടെ അഭിനയം കൊണ്ട് അതെല്ലാം കുളവാക്കരുത് എന്ന് ഹരി അന്നേരം മിത്രേട്ടനോട് പറഞ്ഞു. ഇല്ലടേ, ഞാനല്ലേ പറയുന്നേ, നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു മിത്രേട്ടൻ. അങ്ങനെ ഹരി അങ്ങ് പോയി പല്ലവിയുടെ അടുത്തേക്ക് മിത്രേട്ടൻ വരുക. മിത്രേട്ടൻ അങ്ങനെ ചെന്നു. പല്ലവി അവിടെ നന്നായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ സേതുവേട്ടൻ പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ. ഇനി ഏതായാലും മിനിറ്റുകൾക്കകം അറിയാൻ പറ്റും അതിന് വേണ്ടുന്നതൊക്കെ ഞാനും മിത്രേട്ടനും കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നും ചെന്ന് ഹരി പറയുക, അതായത് പല്ലവിയുടെ ഇഷ്ടത്തെ പറ്റി. അപ്പോൾ സേതു ചോദിച്ചു, പല്ലവിക്ക് എന്നോട് ഇഷ്ടം കാണുമോടാ? സേതുവേട്ടനെ പല്ലവി ചേച്ചിയോടുള്ളതിനേക്കാൾ കൂടുതൽ ഇഷ്ടം ചേച്ചിയുടെ മനസ്സിൽ സേതുവേട്ടനോടുണ്ടെങ്കിലോ എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചു. ചിലപ്പോൾ ചേച്ചി അത് പറയാൻ വേണ്ടി കൊതിച്ചിരിക്കുകയാണെങ്കിലോ, ലക്കല്ലേ എന്നൊക്കെ ചോദിക്കാട്ടോ. എന്തായാലും നല്ല സൂപ്പറാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മഴ വരാൻ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഹരി ഭയങ്കര ഡയലോഗ്. ഇതൊക്കെ കേട്ടപ്പോൾ നീ പറയുന്നൊക്കെ കേൾക്കാൻ നല്ല സുഖമുണ്ട്, രസമുണ്ട്, പക്ഷെ അത് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ല ഞാനെന്ന് നമ്മുടെ സേതു പറയാം. അത് ആസ്വദിക്കണമെങ്കിലേ പല്ലവിക്ക് എന്നോട് ഇഷ്ടമുണ്ടോ എന്നുള്ളത് അറിയണം. അപ്പം അതിനല്ലേ ബിരിയാണി വെക്കുന്നതെന്ന് ഹരി. അതിലാണ് പ്രതീക്ഷ മുഴുവനും എന്നും പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും പല്ലവി അങ്ങോട്ടേക്ക് വന്നു. ഭക്ഷണം റെഡിയായി, ഇനി ഡിസ്കഷനൊക്കെ ഭക്ഷണത്തിന് ശേഷമാവാം, ബാ വന്നേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പല്ലവി ഇങ്ങനെ ധൃതി ഇട്ട് വിളിച്ചുകൊണ്ട് പോവാം. സേതുവേട്ടൻ്റെ ടെൻഷനൊക്കെ ഇപ്പം മാറിക്കോളും, വാ എന്നും പറഞ്ഞുകൊണ്ട് ഹരി സേതുവിനെ വിളിച്ചുകൊണ്ട് പോകുന്നു. പല്ലവി അന്നേരത്തേക്ക് അവിടെ എല്ലാം വിളമ്പി എല്ലാവർക്കും കൊടുത്തു. അതിൽ നിന്ന് ഒരു പിടിയെടുത്ത് വായിലേക്ക് വെച്ചപ്പോൾ തന്നെ സേതുവിൻ്റെ മനസ്സ് നിറഞ്ഞു. അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു, ഭയങ്കര സന്തോഷം. കൊള്ളാവോ എന്ന് പല്ലവി ചോദിച്ചപ്പോൾ കൊള്ളാമെന്ന് പറഞ്ഞു സേതു. പല്ലവിക്കും ഹാപ്പി. അപ്പോൾ ഒരു പപ്പടം കൂടി കഴിക്കുന്നു പറഞ്ഞുകൊണ്ട് സേതുവിനെല്ലാം കൂടുതൽ ഇങ്ങനെ കൊടുക്കുക. സലാഡ് എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർക്ക് ഇങ്ങനെ വേണ്ടുന്നത്ര വിളമ്പി കൊടുത്ത് അങ്ങനെ നമ്മുടെ പല്ലവി കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കറിക്ക് ഇച്ചിരി എരിവ് കൂടുതലാണോ എന്നിങ്ങനെ അന്നേരം അവിടെ ഇരുന്ന് ഇവർ പറഞ്ഞു. പെട്ടെന്ന് പല്ലവി, ഞാൻ അപ്പോഴും മിത്രേട്ടനോട് പറഞ്ഞതാ എരിവ് കുറച്ച് മതിയെന്ന്. അപ്പോൾ ഇത് കേറ്ററിംഗുകാർ പറഞ്ഞു തന്ന രഹസ്യ സൂത്രമാണെന്നും പറഞ്ഞു, പിന്നെ എന്തൊക്കെയോ പൊടിക്കലൊക്കെ കലക്കി ചേർത്താണെന്നും പറഞ്ഞിട്ട് നമ്മുടെ പല്ലവി പറഞ്ഞു. അപ്പം മിത്രൻ ഇങ്ങനെ ഇരിക്കും കേട്ടോ. ആ സമയത്ത് ശരിയാന്ന് ഉണ്ണിക്കുട്ടനും പറഞ്ഞേ. അങ്ങനെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ബിരിയാണി കൊള്ളാവോ സേതുവേട്ടാന്ന് ചോദിച്ചു. പല്ലവിയെ നോക്കിയിരിക്കുമായിരുന്നു സേതു. അപ്പോൾ നല്ലതാ, അടിപൊളിയാണെന്ന് പറഞ്ഞപ്പോൾ അതെന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണെന്നൊക്കെ എനിക്ക് അറിയാമെന്ന് പല്ലവി പറഞ്ഞേ. അപ്പോൾ അല്ല, സത്യമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് നേര് പറഞ്ഞതാണെന്ന് സേതു. അപ്പോൾ ചേച്ചി സത്യം, ബിരിയാണി പൊളിച്ചു, സൂപ്പറാണ് നമ്മുടെ ഹരിക്കുട്ടനും പറയുകയാണേ. അല്ല ചേച്ചി കൂടി ഇരിക്കും, ചേച്ചി ഇരുന്ന് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ട്രീറ്റ് തരുന്ന ആൾ ഒടുവിലിരിക്കുന്നതല്ലേ അതിൻ്റെതായ ഒരു മര്യാദ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നും അല്ല ചേച്ചി, ഈ ട്രീറ്റ് തരുന്ന ആൾ കൂടെ ഇരിക്കുന്നതാണ് ചിലർക്കൊക്കെ സന്തോഷമെന്ന് പറഞ്ഞു. അതാർക്കാ ഇപ്പോൾ? അല്ല, അങ്ങനെ പൊതുവെയുള്ള കാര്യം പറഞ്ഞതേ ഉള്ളൂ, ചേച്ചി ഇരിക്കുക, അല്ലെങ്കിൽ പിന്നെ ചേച്ചി ഒറ്റയ്ക്ക് കഴിക്കണ്ടേന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചിരുത്തി നമ്മുടെ പല്ലവി എന്നിട്ട് ഇങ്ങനെ കഴിക്കാനിരിക്കുമ്പോൾ ചേച്ചി സൂപ്പറാട്ടോ, ചേച്ചി സൂപ്പറാണെന്ന് പറഞ്ഞ ഹരി ഇങ്ങനെ പറയണു. സേതു വയറ് നിറയെ ഇരുന്ന് കഴിക്കാം. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മിത്രൻ, എടാ സേതു, ഒരു കാര്യം ഞാൻ നിന്നോട് പറയാൻ മറന്നുപോയി. നമ്മുടെ ബ്രോക്കർ കുമാരനില്ലേ, നിന്നെ കാണിക്കാൻ വേണ്ടി കുറച്ച് പെമ്പിള്ളേരുടെ ഫോട്ടോസ് അയച്ചായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ സേതു ഇങ്ങനെ നോക്കുക. അപ്പോൾ എന്തിനാന്ന് ചോദിച്ചു പല്ലവി അറിഞ്ഞില്ലായിരുന്നല്ലേ, നമ്മുടെ സേതുവിനെ കൊണ്ട് ഒരു പെണ്ണ് കെട്ടിക്കാൻ അങ്ങ് തീരുമാനിച്ചെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പല്ലവി ഇങ്ങനെ സേതുവിനെ നോക്കുക കേട്ടോ. ഹരിയൊക്കെ ശ്രദ്ധിക്കുവാണേ. അപ്പോൾ ജീവിതത്തിനൊരു അർത്ഥമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു അടുക്കും ചിട്ടയൊക്കെ വേണമെങ്കിൽ ഒരു പെൺകുട്ടി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം പറഞ്ഞ അനർത്ഥം എന്നാണ്. അനർത്ഥം എന്ന് പല്ലവി ചോദിച്ചപ്പോഴത്തേക്കും ആശാൻ അതങ്ങ് മാറ്റി. അപ്പോൾ അതും ഇത്രയായിട്ടും പറഞ്ഞു, ശരി, എത്ര നാളാ ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് നിൽക്കുന്നതല്ലേ എന്ന് നമ്മുടെ പല്ലവി. അന്നേരത്തേക്കും സേതു ഇങ്ങനെ നോക്കട്ടെ മിത്രേട്ടാ, എൻ്റെ സേതുവേട്ടന് പറ്റിയ പെൺകുട്ടിയെ ഞാൻ സെലക്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കഴിച്ചതെല്ലാം അവിടെ തന്നെയായി. എല്ലാവരും കൈയൊക്കെ ഇങ്ങനെ വാരിയതൊക്കെ അവിടെ തന്നെ ഇട്ടെല്ലാം പൊളിഞ്ഞു, എല്ലാം പണ്ടാരടങ്ങി. ആ ഒരു ഇതിലിങ്ങനെ എല്ലാവരും ടെൻഷനായിട്ടിരിക്കുക. പറഞ്ഞത് ഡിമ്മായിപ്പോയി. അപ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ മിത്രേട്ടൻ കുറേ ഫോട്ടോസ് എടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. പല്ലവി ഇങ്ങനെ കുറേ നോക്കുന്നു. അപ്പോൾ ഹരിയെ ഇങ്ങനെ തുറച്ച് നോക്കുക കേട്ടോ സേതു. പല്ലവി ഇങ്ങനെ ഓരോന്നോരോന്ന് മാറി നോക്കുക. അപ്പോൾ ഈ കുട്ടി കൊള്ളാം എന്ന് പറഞ്ഞൊരു ഫോട്ടോ കാണിച്ചു കൊടുത്തു. ഇത് സേതുവിന് നല്ല മാച്ചായിരിക്കും അല്ലേ, നോക്കി എന്ന് പല്ലവി. അപ്പോഴേക്കും ഇങ്ങനെ നോക്കും എല്ലാവരും. അപ്പോൾ സേതുവിന് ഇഷ്ടപ്പെട്ടോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ സേതു ഇങ്ങനെ ഇരിക്കുക ദേഷ്യത്തിലെ. അപ്പോൾ പല്ലവി ഇങ്ങനെ ആകെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ആ ഒരു ഇതാണ് ഇവർ കാണുന്നത്. നല്ലല്ലേ, സൂപ്പറല്ലേ എന്നൊക്കെ പല്ലവി ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ എന്നാലും സേതുവേട്ടന് അത്രയ്ക്കിങ്ങ് മാച്ചാണോ എന്നിങ്ങനെ ചോദിച്ച് ഇവരിങ്ങനെ ഇരിക്കുന്ന സമയം
നമ്മുടെ സേതു അവിടുന്ന് കഴിക്കാതെ അങ്ങേറ്റുപോയി. അപ്പോൾ സേതുവായിട്ട് ഞാൻ പറഞ്ഞ വിഷമമായെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അയ്യോ മതിയാക്കിയോ എന്ന് ചോദിച്ചപ്പോൾ മതിയെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാം. പല്ലവിക്കും അത് വിഷമമായി. എന്നിട്ട് പിന്നെ എല്ലാവരും കഴിച്ചത് മതിയാക്കി അങ്ങേറ്റ് പോയി. അപ്പോഴത്തേക്കും പിന്നെ സേതുവിനെ തേടി ഒരു പാട്ടും കാര്യങ്ങളൊക്കെ വരുന്നു. സേതു ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത്ര സ്മൃതിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പവിത്രയെ പല്ലവിയെ വിളിച്ചിട്ട് പല്ലവിയോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ സ്മൃതി നീ എന്നെ വിളിച്ചതെന്ന് ചോദിച്ചു. ഞാൻ പറയാൻ പോകുന്നത് സേതുവേട്ടനെ കുറിച്ചാണെന്ന് സ്മൃതി പറയാം. അപ്പോൾ പല്ലവി ഇങ്ങനെ നോക്കുക കേട്ടോ. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, നീ മുഖവരില്ലാതെ കാര്യം പറയാൻ പറഞ്ഞു. എടി ഞാൻ പറയാം, നീ ടെൻഷൻ ആവാതെ ദേഷ്യപ്പെടലേ, പക്ഷെ അത് നീ എങ്ങനെ എടുക്കും എന്നുള്ളൊരു പേടി എനിക്കുണ്ടെന്ന് സ്മൃതി പറയാം. അപ്പം നീ എന്നാൽ അത് പറയണ്ടെന്ന് പറഞ്ഞു പല്ലവി. പക്ഷെ പറയാതിരിക്കാനും എന്നെ കൊണ്ട് പറ്റത്തില്ല അതും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോവാ നീ പോ എന്നും പറഞ്ഞു. പല്ലവി പോകുമ്പോൾ പല്ലവിയെ പിടിച്ച് നിർത്തിയിട്ട് പോവല്ലേ എന്ന് പറഞ്ഞു സ്മൃതി. ഞാൻ പറയാമെന്ന് പറഞ്ഞു. എന്നാ പറ, സേതുവേട്ടനിപ്പോൾ വിവാഹാലോചന നടക്കുന്നു എന്നൊക്കെയല്ലേ നീ പറഞ്ഞത്? ആ ശരിക്കും അതെനിക്ക് ആവശ്യമുണ്ടോ? അതുമില്ല, അവർക്ക് പിന്നെ പെണ്ണ് കെട്ടണ്ടേന്ന് ചോദിച്ചു. കെട്ടണം, പക്ഷേ ആ പെണ്ണ് നീ ആയിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ പല്ലവി ഒരൊറ്റ ചിരി. അപ്പം നീ ചിരിക്കൊന്നും വേണ്ട, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. എന്നാൽ ഞാനും സീരിയസ് ആയിട്ട് പറയാം, അത് നടക്കില്ല എന്ന് പല്ലവി പറഞ്ഞു. അത് ശരിയാവില്ല എന്ന്. അപ്പം അതെന്താന്ന് ചോദിച്ചു. നിന്നെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാളല്ലേ സേതുവേട്ടൻ, അങ്ങനെ ഒരാളെ ലൈഫ് പാർട്ണർ ആക്കുന്നത് നല്ലതല്ലെന്ന് ചോദിച്ചു. ഏതായാലും സേതുവേട്ടൻ നല്ലൊരാളാണ്, അല്ലെങ്കിലും സേതുവേട്ടൻ്റെ ക്യാരക്ടർ വെച്ച് ഏത് പെണ്ണിനാ സേതുവേട്ടന് ഇഷ്ടമാവാത്ത? നിനക്ക് സേതുവേട്ടന് ഇഷ്ടമല്ലേ എന്നൊക്കെ തന്നെ ചോദിച്ചു. ആള് പാവാ, ഹാൻസ്വാ, പിന്നെ നല്ലൊരു മനസ്സും ഉണ്ട് എന്ന് നമ്മുടെ പല്ലവി പറഞ്ഞു. പക്ഷേ എനിക്കെന്തോ സേതുവേട്ടനെ ഹസ്ബൻഡിൻ്റെ സ്ഥാനത്തൊന്നും കാണാൻ പറ്റില്ല എന്ന് പല്ലവി തറപ്പിച്ചു പറഞ്ഞു കേട്ടോ. എനിക്കെന്നും എൻ്റെ നല്ലൊരു ഫ്രണ്ടായിട്ട് കാണാനാണ് ഇഷ്ടം എന്ന് പല്ലവി പറയുകയും ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ തമ്മിലൊരു റൂട്ടില്ല, അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ എടി ഒന്നുകൂടി ഒന്ന് ആലോചിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ ഇതിൽ ആലോചിക്കാനൊന്നുമില്ല, ഇനിയിപ്പോൾ ഈ ഒരു വിഷയം നമുക്ക് സംസാരിക്കേണ്ട, പോവാമെന്നും പറഞ്ഞുകൊണ്ട് പല്ലവി അങ്ങ് പോയി. സ്മൃതി ആകെപ്പെട്ട് നിൽക്കുവാണ്. അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അച്ചുവും അതുപോലെ അവർ 3 പേരും കൂടെ പുറത്ത് എന്തൊക്കെയോ വാങ്ങിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങി. അപ്പോൾ ഡ്രസ്സ് എടുക്കാനും ഒക്കെ ആയിട്ട് ഇറങ്ങുന്നു. അപ്പോൾ അച്ചുവിന് വേറെ ഡ്രസ്സ് എടുപ്പിക്കാനാണ്. അപ്പോൾ ദാവണി മാറ്റിയിട്ട് ചുരിദാർ എടുപ്പിക്കാനായിട്ടുള്ള ഇതാണ്. അപ്പോൾ ഇവരുടെ ആ ഒരു ഇതിലൊന്നും അച്ചുവിനെ പിടിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ അച്ചു ആണെങ്കിൽ തൻ്റെ ദാവണിയിൽ തന്നെ ഇങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ ഋതുവിന് ഭയങ്കര ദേഷ്യമാണ്. ഋതു പറഞ്ഞു അവൾ പഴയതുപോലെ ഒന്നുമല്ല, അവർക്കിപ്പോൾ ഒരുപാട് മാറ്റം ഉണ്ടെന്ന്. അപ്പോൾ ശരിയാണെന്ന് ഈ പറയുന്ന നമ്മുടെ സ്വാതിയും. അപ്പോൾ നേരത്തെ സേതു എന്നുള്ള പേര് കേട്ടാൽ നമ്മളെക്കാളും ദേഷ്യം അച്ചുവിനായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. എന്നാൽ വലിയേട്ടൻ എന്ന് വിളിച്ച ആ ഒരിത് അവൾ ഭയങ്കരമായിട്ട് കൊണ്ടു നടക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കെതിരായിട്ട് അച്ചു ചേച്ചി ചിലപ്പോൾ ദേഷ്യപ്പെടും. അയാളോട് വഴക്ക് പറഞ്ഞാൽ, അയാളെ മോശം പറഞ്ഞാൽ, അയാളെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന കാര്യം പറഞ്ഞാലും അച്ചു അത്ര താല്പര്യമൊന്നും കാണിക്കാറില്ല. നമ്മളൊക്കെ ഒരു ചോരയല്ലേ, സ്വന്തം ചോരയോട് ഒരു മത്സരം വേണമെന്നൊക്കെ അവൾ ചോദിക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ചു ചേച്ചി അങ്ങനെ ഒരു നിലപാടിൽ എത്തണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാണും, അല്ലാതെ പെട്ടെന്ന് അച്ചു ചേച്ചിയുടെ മനസ്സ് മാറില്ല എന്ന് സ്വാതി പറയണം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഋതു, എൻ്റെ ബലമായ സംശയം അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് അച്ചുവിനോട് സേതുവിനെ വീട്ടിൽ നിർത്തുന്നതിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുമോ എന്നുള്ളതാണെന്ന് ഋതു. അപ്പോൾ അതും ഇനി സേതുവിൻ്റെ കാര്യത്തിൽ പെട്ടെന്ന് അവൾക്കൊരു മനമാറ്റം ഉണ്ടാകാൻ കാരണം വന്നത് ഇപ്പോൾ സേതുവിനോട് മാത്രമല്ല, സേതുവിൻ്റെ വാലായിട്ട് ഒരുത്തൻ കടിച്ചു തൂങ്ങി കിടപ്പില്ലേ ശ്രീഹരി, അവനോടും അച്ചു ചേച്ചിക്ക് ഒരു അനുകമ്പയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്താണ് രഹസ്യം എന്നുള്ളത് നമുക്ക് കണ്ടുപിടിച്ചേ പറ്റുമെന്ന് പറഞ്ഞ ഋതുവും അതുപോലെ സ്വാതിയും കൂടെ തീരുമാനിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അച്ചു തയ്ച്ചതൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി വന്നപ്പം അച്ചു, നിന്നോട് ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമെന്ന് ചോദിച്ചു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു. വേറൊന്നുമല്ല, അതെ അച്ഛൻ നിന്നോട് സേതുവിനെ വീട്ടിൽ നിർത്തുന്നതിനെ പറ്റി എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം സംസാരിച്ചിട്ടുണ്ടെന്ന് അച്ചു പറയാം. അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ നോക്കുക. സേതു നമ്മുടെയൊക്കെ വലിയേട്ടനാണ്, അപ്പം നീ വേണം ഋതുവിൻ്റെയും സ്വാതിയുടെയും മനസ്സിൽ നിന്ന് അവനോടുള്ള ദേഷ്യം മായ്ച്ചു കളയേണ്ടതെന്നും പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അതൊക്കെ ഓക്കെ, അല്ലാതെ അച്ഛൻ മരിക്കുന്നതിന് തൊട്ട് മുൻപ് നിന്നെ അടുത്തിരുത്തി എന്തോ പറഞ്ഞില്ലേ, അതെന്താണെന്ന് ചോദിച്ചപ്പം നമ്മുടെ അച്ചു ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമെന്ന് പറയാതെ, അച്ഛൻ നിന്നോട് രഹസ്യമായി എന്തോ കാര്യം പറഞ്ഞതായി അന്ന് ഐസിയിലുണ്ടായിരുന്ന നേഴ്സ് ഞങ്ങളോട് പറഞ്ഞിരുന്നു എന്നുള്ള കാര്യം ഋതു പറയാം. അത് സേതുവിൻ്റെ കാര്യമാണോ അതോ വിൽപത്രത്തിൻ്റെ കാര്യമാണോ ചോദിച്ചപ്പം അച്ഛൻ പറഞ്ഞത് സേതുവേട്ടനെ നിങ്ങൾ വല്യേട്ടനായിട്ട് സ്നേഹിക്കുന്ന കാര്യം തന്നെയാണ്, അല്ലാതെ വിൽപത്രത്തിൻ്റെ കാര്യമൊന്നും അച്ഛൻ എന്നോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞു. വെറുതെ അറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ അച്ഛൻ്റെ ആഗ്രഹം പോലെ ഞങ്ങൾക്കൊരിക്കലും അയാളെ വലിയേട്ടനായിട്ട് കാണാൻ പറ്റില്ല എന്നൊരിത് പറഞ്ഞു. അപ്പം ഞങ്ങൾ അങ്ങനെ കാണാൻ നീ ഞങ്ങളെ നിർബന്ധിക്കുകയും ചെയ്യരുതെന്നും പറഞ്ഞു. അപ്പോൾ കയറെന്നും പറഞ്ഞ് അച്ചുവിനെയും കൂട്ടിക്കൊണ്ട് പോകും. അങ്ങനെ ഇവർ പോയി അച്ചു ആണെന്നുണ്ടെങ്കിൽ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി വണ്ടിയിലിരുന്ന് ആലോചിക്കുക. അതും മരിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നോട് മാത്രമായിട്ട് അച്ഛൻ പറഞ്ഞ ആ ഒരു വലിയ രഹസ്യം, അത് നമ്മുടെ അച്ചു
ഇങ്ങനെ മനസ്സിലിങ്ങനെ ഓർക്കുന്നു. അത് ഇവരോട് തുറന്ന് പറയുകയും ചെയ്യാണ്. പക്ഷേ മൊത്തമായിട്ട് പറഞ്ഞില്ല, പകുതി പറഞ്ഞു. അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇവരിങ്ങനെ പോകുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നു നമ്മുടെ സേതുവിനെയാണ്. സേതു രാത്രി കുടിച്ച് കാലെ നിൽക്കാൻ മേലാതെ വന്ന് അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുക. കാരണം താൻ ആഗ്രഹിച്ചതുപോലെ പല്ലവി തന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ള സത്യം എല്ലാം വെറുതെ ആയി പോയെന്ന് ഓർക്കുമ്പോൾ ചങ്കു പിടയുകയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് കെട്ടാനുള്ള പെണ്ണ് അവൾ കണ്ടുപിടിച്ച് തന്നിരിക്കുന്നു, എനിക്കിത് സഹിക്കാൻ പറ്റണമെന്നില്ല എന്ന് പറഞ്ഞാൽ കരയുന്നത്. സ്നേഹിക്കുന്ന പെണ്ണിൻ്റെ നാവിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് കേൾക്കുന്നത് കത്തി കൊണ്ട് കഴുത്തറക്കുന്നതിന് തുല്യമാണെന്നൊക്കെ നമ്മുടെ സേതു അവിടെ നിന്ന് കൂട്ടുകാരോട് പറയുക. സേതു വന്നിട്ട് ആ കുപ്പിയിലുള്ള മദ്യം മുഴുവൻ കുടിച്ച് തീർത്തു കേട്ടോ. സേതുവേട്ട ഇങ്ങനെ വിഷമിക്കല്ലേ എന്ന് പറഞ്ഞ ഹരിയൊക്കെ ഇങ്ങനെ പറയുന്നു. പിന്നെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന പെണ്ണിൻ്റെ നാവിൽ നിന്ന് അങ്ങനെയൊക്കെ കേട്ടാൽ സന്തോഷം കൊണ്ട് പോത്തിരി കത്തിക്കാൻ തോന്നുവാടാന്ന് ചോദിച്ചു ഹരിയോട് നമ്മുടെ സേതു വഴക്കുണ്ടാക്കുക. അപ്പോൾ ഉണ്ണിക്കുട്ടൻ സേതുവേട്ടൻ പല്ലവി ചേച്ചി ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് കാണുന്നുണ്ടെങ്കിൽ സേതുവേട്ടനെ മനസ്സിലാക്കി പല്ലവി ചേച്ചി വരുവടാന്ന് ഉണ്ണിക്കുട്ടൻ പറഞ്ഞു. അപ്പോൾ ഇല്ല അനിയ വരല്ലടാന്നും പറഞ്ഞ് ഉണ്ണിക്കുട്ടനെ കെട്ടിപ്പിടിച്ച് കരയുക നമ്മുടെ സേതു. എനിക്കിനി ഒരു പ്രതീക്ഷയില്ലെന്ന്, ദൈവങ്ങൾ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലേ എന്നെ നേർക്ക് കണ്ണടച്ചിരിക്കുകയാടാന്നും പറഞ്ഞുകൊണ്ടായി പിന്നെ സങ്കടം പറച്ചിലും കരച്ചിലും ഒക്കെ. അങ്ങനത്തെ അവളെ ഞാൻ ഇവിടെ കൊണ്ട് നടന്നതാടാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയണം. അപ്പോൾ ഇന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കുടിക്കരുതെന്ന് ഇവർ പറയുമ്പോൾ ഇതില്ലാതെ എനിക്കിന്ന് ഉറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഭയങ്കര ഇതായിട്ട് നമ്മുടെ സേതു. അപ്പോൾ ഹരികൃഷ്ണ നീ എന്നെ എടുക്കടാ പിടിക്കടാ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര കരച്ചിലായിട്ടോ പാവ സേതു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന ഋതുവിനെയാണ്. അപ്പോൾ ഋതു ഇങ്ങനെ അവിടെ ഇരുന്നതൊക്കെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ വന്നിട്ട് അവിടുത്തെ സ്റ്റാഫിനെ വിളിച്ചിട്ട് അക്കൗണ്ടിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ നോക്കുവാണ്. അപ്പോൾ സെയിൽസിൻ്റെ കാര്യങ്ങളൊക്കെ അയക്കണമെന്നും പറഞ്ഞ് അക്കൗണ്ടൻറ്റിനെയൊക്കെ വിളിക്കുന്നു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ സേതു കുടിച്ച് കാലേ നിൽക്കാൻ മേലാതെ അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ അവർ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിൽ കയറി വരുമ്പോൾ ഋതു ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് ഇതൊക്കെ കാണുക. ഋതുവിന് ഇത് കണ്ടപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വയലൻ്റ് ആയി. ഋതുവിന് ഭയങ്കര കലിപ്പായി. ഋതു ഇങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യം പിടിച്ചിങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. എന്തായാലും നമ്മുടെ പല്ലവിക്ക് ഇപ്പോൾ സേതുവിനോട് പ്രത്യേകിച്ച് ഇഷ്ടമോ പ്രണയമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് അടിപൊളി എപ്പിസോഡായിട്ട് ഇനിയും അങ്ങോട്ടേക്ക് കുറേ ദൂരങ്ങൾ പോകാനായിട്ട് എപ്പിസോഡുകൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണാട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. സൂപ്പർ കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.